ആസ്പിരൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമുക്ക് PSC പഠനത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ യൂസ് ചെയ്തതും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുമായ കുറച്ച് മെത്തേഡ്സാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഫസ്റ്റ് വൺ, നമ്മൾ PSC പഠനത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കടലോളം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അത് PSC ചോദിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡാണ്. ആ ഒരു പോസിറ്റീവ് മൈൻഡ് നമ്മളെ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. അതിന് ഫസ്റ്റ് ഒരു വേ ഓഫ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ടേബിൾ സെറ്റിംഗ് ആണ്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബുക്സുകൾ, വേറെ ആരുടെയും ബുക്സ് അതിൽ ഉൾക്കൊള്ളിക്കാതെ നിങ്ങളുടെ ബുക്സുകളും നിങ്ങൾ എഴുതിയ നോട്ട് പ്രിപ്പറേഷനും നിങ്ങൾക്കുള്ള തൊഴിൽ രീതി അതുപോലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ചെയ്ത് ഒരു ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം വേറൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഈ ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രീതിയിൽ ബുക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് അടുക്കി വെച്ച് നിങ്ങൾ ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പല തരത്തിൽ പഠിക്കുന്നവർ കാണും. ചിലർക്ക് പല സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിച്ചാലേ മൈൻഡ് സെറ്റ് ആകത്തുള്ളൂ, അങ്ങനെയുള്ളവര്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിരുന്ന് നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടിയും ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മൈൻഡ് റിലാക്സേഷന് സഹായിക്കും. സോ കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മൂഡ് ഓഫ് ആകുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് മൈൻഡ് ഒരു അരമണിക്കൂർ, അത് കഴിഞ്ഞ് പിന്നെ ഒരു മിനിറ്റ് പോലെ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ പാടില്ല. കഷ്ടപ്പെട്ട് പഠിക്കരുതെന്നാണ് ഫസ്റ്റ് പറയാനുള്ള കാര്യം. ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇഷ്ടപ്പെട്ട് പഠിച്ച് നമുക്ക് ഒരു മണിക്കൂർ, അരമണിക്കൂർ കഴിയുമ്പം മതിയായി, കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ മനസ്സിൽ തോന്നുമ്പോൾ തന്നെ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും PSC പഠനത്തെ. ആ ഒരു ബ്രേക്ക് സമയം നിങ്ങൾക്കൊന്ന് ടീ ടൈം ആക്കിയോ അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്ക് ആക്കിയോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. ചിലർക്ക് ഇപ്പം മെഹന്തി ഇടുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് പിക്ചർ വരയ്ക്കുന്നത് ഇഷ്ടമായിരിക്കും, ചിലർ ഡയറി ഇടുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഡയറി ഇടുക. ഈ ഒരു ബ്രേക്ക് ടൈമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്താൽ നിങ്ങൾക്കൊരു മൈൻഡ് റിലാക്സേഷന് വളരെയധികം സഹായിക്കും. അപ്പൊ ഞാൻ അങ്ങനെ കുഞ്ഞു ഗാർഡനിങ്ങും പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ആ ഒരു പ്രകൃതിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡ് റിലാക്സേഷൻ സഹായിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, പോസിറ്റീവായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കൂട്ടം ആൾക്കാർ കാണും. നിങ്ങൾ പഠിക്കുക, ബാക്കിയെല്ലാം മറ്റുള്ളവർ ചെയ്യും. വേറൊരു കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത് പോസിറ്റീവ് മൈൻഡ് തന്നില്ലേലും കുഴപ്പമില്ല, ഒന്ന് നെഗറ്റീവ് കമന്റ് അടിക്കാതിരുന്നാൽ മതി എന്ന് പറയുന്ന കുറേ അധികം വിദ്യാർത്ഥികൾ കാണും. നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർ തന്നെ നിങ്ങൾക്ക് കിട്ടില്ല, ചുമ്മാ പഠിച്ചുകൊണ്ടിരിക്കുക, റൂമിൽ കയറി വെറുതെ ഇരിക്കുക, അങ്ങനെ പറയുന്ന ഒരുപാട് കൂട്ടർ കാണും. സോ അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അധികം അവർക്ക് പറഞ്ഞ് മുഷിപ്പിക്കാനോ ഒന്നിൻ്റെയും ആവശ്യമില്ല. സോ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സിറ്റുവേഷൻ അറിഞ്ഞ് നിൽക്കാത്തവരെ നമ്മൾ കൂടുതൽ നമ്മളെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കാതെ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തുക. എന്ന് വെച്ചാൽ മാക്സിമം നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ പഠിക്കാൻ നോക്കുക. അതുപോലെ രാത്രി സമയങ്ങളിൽ കൂടുതൽ പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ചിലർ രാത്രി ഒരുപാട് ടൈമിൽ നിന്ന് പഠിക്കുന്നവരായിരിക്കും, എന്നിട്ട് പകൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചു നേരം ഉറങ്ങണം. സോ അപ്പോൾ ആ ഒരു ഉറക്കവും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്താൽ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്ത വീട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഉറങ്ങുന്ന കണ്ട് അവർക്ക് വലിയൊരു ഇത് കാണത്തില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ രാവിലെ പഠിക്കുമ്പോഴായിരിക്കും അവർക്ക് പ്രശ്നം. സോ ആ ഒരു സിറ്റുവേഷനിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് പേരെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കാണ് ആവശ്യം ജോലി വേണമെന്നുള്ളത്, അപ്പം നിങ്ങളാണ് പഠിക്കേണ്ടത്. ആ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് സെറ്റ് ആയാൽ തന്നെ ഉറപ്പായിട്ട് നമുക്കൊരു പോസിറ്റീവ് വൈബ് വരുമെന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നിങ്ങളുടെ നോട്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിലൊക്കെ നോട്ട് എഴുതുക. അതൊക്കെ ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. പല സിറ്റുവേഷനിൽ ഇരുന്ന് നോട്ട് എഴുതുന്നവർ കാണും. സോ അതൊക്കെ ചിലര് ഇപ്പം SCERT ടെക്സ്റ്റ് ബുക്കൊന്നും അധികം വായിക്കാൻ ടൈം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ SCERTയുടെ റാങ്ക് ഫയലൊക്കെ കിട്ടും. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഇതില്ല. ഞാൻ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ ആ റാങ്ക് ഫയലൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വഴികൾ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. കാരണം നോട്ട് എഴുതി അധികം സമയം കളയാതെ
പഠിക്കും. പിന്നെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോട്ട് എഴുതി തന്നെ പോകണം. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ്. കാരണം എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ നോർമലി നമ്മൾ എന്താണ് വായിച്ചിട്ടായിരിക്കുമല്ലോ എഴുതണം. ആ വായിക്കുന്ന ഒരു സമയം നോട്ടിൽ എഴുതുമ്പോഴത്തേക്ക് നമ്മളെ കണ്ണുകൊണ്ട് ആ ഒരു വിഷൻ വഴിയുള്ള ഇത് എത്തുന്നുണ്ട്. മൂന്നാമത് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ റിവിഷൻ ചെയ്യുമ്പോൾ ആ ഒരു മൂന്നാല് തത്തിൽ തന്നെ നമ്മൾ ഇതിനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് നോർമലി കുറച്ചും കൂടി ഈ ഒരു പാഠഭാഗവുമായിട്ട് അറ്റാച്ച് ആവാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം റാങ്ക് ഫൈൽ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം ഒരു റാങ്ക് ഫൈൽ നോർമലി ഇതുപോലുള്ള റാങ്ക് ഫൈൽ വാങ്ങിച്ച് പഠിക്കുന്ന ഒരു മെത്തേഡായി പോകും. അതൊക്കെ ഓരോരുത്തരുടെ ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിൾ ആയിട്ടുള്ളവരൊക്കെ പഠിക്കുക. ചിലർ കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വാങ്ങിച്ച്, അതൊക്കെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനൊന്നും ഞാൻ ഇടപെടുന്നില്ല. പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇതേ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞൊരു ധാരണ വരുത്താതിരിക്കും. കാരണം നമ്മൾ ചിലപ്പം ഒരുപാട് എക്സാം എഴുതിയാലേ നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷെ നമുക്ക് കിട്ടില്ല. നമ്മൾ അവരെ പുഷ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പഠിക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് എക്സാം എഴുതാൻ പോകുന്നു, കിട്ടുന്നില്ല. ആ ഒരു മൈൻഡ് അവരിലോട്ട് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം അത് അവരിലോട്ട് എത്താതിരിക്കുമ്പോൾ അവർ ഈ ഒരു നമ്മളെ പഠനത്തെക്കുറിച്ച് അവർക്ക് അധികം ബോധേഡാക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർ ബോധറാകുമ്പോഴത്തേക്കാണ് പ്രധാനമായിട്ടും ഒരു കാര്യം വരുന്നത്. എന്താണ്, പരീക്ഷയ്ക്ക് പോകുന്നു, കിട്ടുന്നില്ല. മറ്റത് അവർക്കൊരു പ്രതീക്ഷയില്ലാതെ എന്നിട്ട് കിട്ടുമ്പോൾ അതിനൊരു കുറച്ചും കൂടി ഒരു മധുരം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും PSC നമ്മളെ വഴിക്ക് വരത്തില്ല. നമ്മൾ PSCയുടെ വഴിക്ക് പോകേണ്ട സിറ്റുവേഷനാണ്. നമ്മളെ വഴിക്ക് വന്ന PSC 2019 വരെയുള്ള ഉണ്ടായിട്ടുള്ളൂ. ഇനി നമ്മൾ PSCയുടെ വഴിക്ക് പോകുന്നതാണ്. അപ്പോൾ കൂടുതലും SCRT, PYQ, അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കറണ്ട് അഫയേഴ്സിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്.